നമസ്കാരം സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ജസ്ലലിയാണ്. നിങ്ങൾ എൻ്റെ പുറകിൽ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ടാവുമായിരിക്കും. നമ്മളിടയിൽ നല്ല കഴിവുള്ള ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്. ലൈക്ക് ഫുട്ബോൾ കളിക്കുന്നവർ, അതുപോലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർ, സ്പോർട്സ്, അത്ലറ്റിക്, പല രീതിയിലും. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട നമുക്ക് കോച്ചിങ് കൊടുക്കാൻ സാധിക്കാറില്ല. അതിൻ്റെ മെയിൻ കാരണം ചിലപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലിക്കാരായിരിക്കും. സ്കൂളിൽ ചിലപ്പോൾ പഠിപ്പിൻ്റെയും അതിൻ്റെയൊക്കെ തിരക്കിൽ അവർക്ക് വേണ്ട അത്ര പ്രാക്ടീസ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആ ലൈനിൽ വളരെ എടുത്തു പറയപ്പെടുന്ന സ്കൂളിലെ ഒരു 4 PE സാറുമാർ കൂടെ ഒരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്, എലഗന്റ് സ്പോർട്സ് അക്കാഡമി. അതിൽ 4 PE സാറുമാരാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നടക്കുന്ന കോച്ചിങ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. KG1 മുതൽ +2 അതിന് മേലേക്കുള്ളവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, കോച്ചിങ് അറ്റൻഡ് ചെയ്യാം. മെയിനായിട്ട് ഇവർ കോച്ചിങ് കൊടുക്കുന്നത് ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ബാസ്കറ്റ് ബോൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടും ഇപ്പോൾ അൽദഫ്ര സ്കൂൾ, ദാറുൽ സ്കൂളിന് തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് ഇപ്പോൾ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക് റിലേറ്റഡ് ആയിട്ട് കഴിവുള്ള കുട്ടികൾക്ക് അതിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ അലൈനിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അറിയുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ ഹുസൈൻ മാഷ്. അലൈൻ ജൂനിയർ സ്കൂളിലെ PE സാറാണ്. അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിശേഷം നമുക്ക് ചോദിക്കാം. കൂടുതൽ വിശേഷം വീഡിയോ കാണാം. കാണുമ്പോൾ നമ്മളെ ചെറിയ മക്കളാണെങ്കിലും ആ കുട്ടികളുടെ പെർഫോമൻസ്, നമ്മളെ നടുവിൽ നിൽക്കുന്ന ഒരു കുഞ്ഞു മനുഷ്യൻ വേണ്ട, അവൻ്റെ പെർഫോമൻസ് ഒന്ന് വാച്ച് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ കാണുന്നത് ബാസ്കറ്റ് ബോളിന്റെ കോച്ചിങ് കൊടുക്കുന്നതാണ്. ഇതിനെല്ലാം ഒരു ഫെസിലിറ്റി നമ്മൾ ആ ലൈനിൽ വന്നിട്ടുണ്ട്. നല്ല പ്രൊഫഷണലി ട്രെയിനഡ് ആയിട്ടുള്ള PE സാർമാരാണ് ഇവർക്ക് കോച്ചിങ് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഏജ് കാറ്റഗറി വെച്ചുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് അവരുടെ റേഞ്ചിലുള്ള കുട്ടികളെ കോർഡിനേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും അവർക്ക് ആ കളിക്കാനും അവരുടെ സ്കില്ല്, അതായത് വലിയ കുട്ടികളെ കൂടെ കളിക്കും ചിലപ്പോൾ അവർക്ക് ബോളൊക്കെ കിട്ടാതെ വരും. അപ്പോൾ അവരുടെ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളെ ഒപ്പം തന്നെയാണ് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ആ റേഞ്ച് തന്നെ വെച്ചുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കളിക്കാനും വലിയ കുട്ടികൾക്ക് വലിയ കുട്ടികളൊപ്പം തന്നെയാണ് കോച്ചിങ് കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾക്ക്, അതായത് KG മുതൽ അങ്ങോട്ട് പല റേഞ്ചിലുള്ള ഏജിലുള്ള കുട്ടികളുണ്ട്. എല്ലാവരെയും അവർ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഓരോ കോർട്ടിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിരുന്നങ്ങായിട്ട് മൊബൈലിൽ കുട്ടി കളിക്കുമ്പോൾ മക്കളുടെ കാര്യത്തിൽ ഒരുപാട് കൺസേണുള്ള പാരൻസ് ആണ് മക്കളെ കൊണ്ട് ഇവിടെ വന്നിട്ട് കണ്ടാം. അമ്മമാരുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ അച്ഛന്മാരുണ്ട്. ഇവരൊക്കെ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ മാറ്റി വെച്ചിട്ടാണ് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ ഫിസിക്കലി ഒരു എക്സർസൈസോ ആരോഗ്യമൊന്നും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇല്ല ശരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ആഴ്ചയിൽ 2 ക്ലാസ്സാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണമെങ്കിൽ അവരുടെ ഹെൽത്തിന് ഒരുപാട് ഉപകാരപ്പെടും. പ്രൊഫഷണലി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള PE സാർമാരാണ് ഈ കോച്ചിങ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് A to Z എല്ലാ ലെവലിലുള്ള ട്രെയിനിങ്ങും അവിടെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒരു ആസ് എ പാരൻറ്റ് ചിലപ്പോൾ നമ്മൾക്കത് അറിയണമെന്നില്ല. പക്ഷേ ശരിക്കും ട്രെയിൻഡ് ആയിട്ടുള്ള PE സാർമാരുടെ അണ്ടറിൽ തന്നെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആവും. 3, 4, 5, 6, 7, 8. Relax. Lose your leg. Come on. Back. Two. Up. 3. Up. 4. Up. 5. Come on. Up. Everyone should go. Come on, get ready. Start. Ready? Now get position. 1, 2. Keep your body straight. 5, 6, 7, 8, 9, 10, 11, 12, 13, 14,
15, 16. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് നമ്മൾ ഹുസൈനൊക്കെയാണ്. ആള് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം പരിപാടി കഴിയുന്നുണ്ട്. അപ്പൊ ഹുസൈൻഖാനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. വായോ ഹുസൈൻഖ, അസ്സലാമു അലൈക്കും. ജസീലാണ്. എന്താ വിശേഷങ്ങള്? ഹുസൈൻഖാനായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിട്ട് സാറിന്റെ പേര് ഷെരീഫ് അല്ലേ? എക്സൽ ഇന്റർനാഷണൽ സ്കൂളില്. ഞാനിതൊന്ന് അതല്ലേ അതെ ഞാനൊന്ന് ഇതൊന്ന് നമ്മുടെ ഞാൻ ചെറുതായിട്ടൊക്കെ അലൈനിലെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതെ, സന്തോഷം. അപ്പോ അലൈനില് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്റെ അടുത്ത്, നമ്മളെ കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് അവിടെ കൊടുക്കും, സ്വിമ്മിങ് കോച്ചിങ് അവിടെ കൊടുക്കും, അതുപോലെ തന്നെ എന്താ പറയാ ബാസ്കറ്റ് ബോൾ കോച്ചിങ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കാണാറ് ഗ്രൂപ്പുകളിലൊക്കെ. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളെ മലയാളി സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മൾ ഒരു എലിഗന്റ് സ്പോർട്സ് അക്കാദമി തുടങ്ങിയിട്ട് 8 മാസത്തോളായി. 8 മാസമായി. 8 മാസം തുടങ്ങിയിട്ട് അതുപോലെ ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, സ്വിമ്മിങ്, അത്ലറ്റിക്സ്. ഓക്കെ, മോശമില്ലാത്ത രീതിയിൽ കുട്ടികളുണ്ട്. അത്യാവശ്യം എല്ലാ സ്കൂളിലും കുട്ടികളും വരുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് അറിയാൻ? നിങ്ങളെ പോലത്തെ ബ്ലോഗർമാർ വന്നാലേ അറിയുള്ളൂ. അതെ, അത്യാവശ്യം കുട്ടികളുടെ മോസ്റ്റ്ലി മലയാളി കുട്ടികളാണ് കൂടുതലുള്ളത്. എല്ലാവരും നിങ്ങൾ മലയാളീസും മലയാളികളുണ്ട്, ഈജിപ്ഷ്യൻസ് എല്ലാവരും ഉണ്ട്. അതിലിപ്പോ കൂടുതൽ മലയാളീസ് മാത്രം. മലയാളി കോച്ചസ് ആയതുകൊണ്ട് മലയാളീസ് മാത്രം. പിന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. വളരെ ചുരുങ്ങി. കാരണം ഒരു 8 ക്ലാസ്സിൽ നമ്മൾ 150 ചാർജ് ചെയ്യുന്നല്ലോ. 600 കൊടുക്കണം. അതായത് നമ്മൾ ഒരു മാസം 8 ക്ലാസ് അതിന് 150 ചാർജ് ചെയ്യുന്നുള്ളൂ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചാർജ് ആണ്. കാരണം നമ്മളെ മലയാളീസ് കുട്ടികളൊക്കെ നമ്മൾക്ക് കോച്ചിങ്ങിന് വിടാൻ പറ്റാത്തതിന്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 150 ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ വലിയൊരു അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു. ബാക്കി കാര്യങ്ങൾ ഇതൊരു സാധനം കൂടിയാണ്. അപ്പൊ അതെ, അതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു ഫീസില് നമ്മൾ ചെയ്യുന്നത്. ഹുസൈൻഖാൻ നമ്മളിപ്പോ 150 നമ്മൾ ചെയ്യുന്നത്. ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോളിന്റെ ഒരു മാസം 8 ക്ലാസ്സിന് 150. വോളിബോൾ മറ്റേ ബാസ്കറ്റ്ബോൾ ആണെങ്കിൽ അതിന്റെ 8 ക്ലാസ്സിന് 150. ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ സ്വിമ്മിംഗ് കുറച്ച് കൂടുതലാണ്. അത് സ്വിമ്മിംഗ് 4 ലെസന് 200 dirhams. 4 ലെസന് 200. ഒരു ആവറേജ് കുട്ടികൾ വിത്ത് 4 ക്ലാസ് പഠിക്കും. അത്യാവശ്യം ക്ലാസ്. അതെ, അതെവിടെയാണ് നമ്മുടെ ഇപ്പൊ കത്താറ സ്റ്റേഡിയം അല്ലേ, അല്ലെങ്കിൽ ക്ലബിന്റെ കത്താറ, അതിന്റെ പറയിലൊരു ഇതുണ്ട്. അതെ, അവിടെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ അൽഗഫർ സ്കൂളിലാണ് കൊടുക്കുന്നത്. സ്പേസ് നോക്കിയിട്ട് ചില സമയത്ത് വാദി പാർക്ക്, ചിലപ്പോൾ എക്സൽ സ്കൂൾ നമ്മുടെ ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ ബ്രാഞ്ചാണ് എക്സൽ സ്കൂൾ. അവിടെ വെച്ച് കുറച്ചും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ആരൊക്കെയാണ് ഇതിന്റെ നിങ്ങളെ അണ്ടർ? ഹുസൈൻ മാഷിനെ എനിക്ക് അറിയാം, ഇപ്പൊ ഷെരീഫ് മാഷിനെ അറിയാം. ഇത് മുസ്തഫ സാറ്, പുള്ളി തമിഴ്നാടാണ്. അതെ, അസ്സലാമു അലൈക്കും. തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? 4 ടീച്ചേഴ്സ്, ജെൻസ് 4 ടീച്ചേഴ്സ്, അൽ എഞ്ചിനീയേഴ്സ് 4 ടീച്ചേഴ്സ് ആണ്. പിന്നെ ഞാൻ മറ്റ് നാഷണൽസിന്റെ കോച്ചസിനെ മിക്കവാറും അടുത്ത വീക്ക് മുതൽ ഒരു സുഡാനി കോച്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടി അറബ് കൺട്രീസിലെ കുട്ടികൾ കൂടി കൂടും. അതേപോലെ സ്വിമ്മിങ്ങിന് ലേഡീസ് കോച്ചസ് വേറെ ഉണ്ട്. ലേഡീസിന് സ്വിമ്മിങ്ങിന് ഗേൾസിന് ലേഡി കോച്ച്, ജെൻസിന് നമ്മള് മെയിൽസ്. പിന്നെ ബാസ്കറ്റ്ബോൾ കോച്ച് പുള്ളി സ്വിമ്മിങ്ങിന്റെ സ്പെഷ്യലൈസേഷൻ ആണ്. MBA സ്വിമ്മിങ്ങിൽ ചെയ്തതാണ്. ഇപ്പൊ നമ്മളെ ഒരു ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടികൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ സ്വിമ്മിങ് വലിയ ആൾക്കാർക്ക് വലിയവർക്കും കൊടുക്കാൻ പറ്റും അല്ലേ? ചാർജ് സെയിം ചാർജ് തന്നെ, പക്ഷേ ഇതേ ടൈം ആയിരിക്കില്ല. ടൈം വേറെ സമയത്ത് അവരെ കംഫർട്ടബിൾ ആയിട്ട് ടൈം നോക്കിയിട്ട് നമ്മൾ 6 പേരുണ്ടെങ്കിൽ അവർക്ക് അനുസരിച്ചുള്ള ടൈം നമ്മൾ ചെയ്യും. അല്ലാതെ നമ്മൾ ഈ കുട്ടികളൊന്നും ചെയ്ത് അവരെ വിളിച്ചാൽ. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഹുസൈൻഖാന്റെ നമ്പർ എന്റെ നമ്പർ കൊടുത്തിട്ട് നമുക്ക് പറയാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്തോളൂ. അതെ, എന്റെ മക്കൾക്ക് വേണം അഡ്മിഷൻ. നിങ്ങൾ ഫ്രീ ആയിട്ട് മക്കള് അവർക്ക് ബോളൊക്കെ അവിടെ തട്ടി കളിക്കുമെങ്കിലും എനിക്ക് അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അവസരം കിട്ടി. അടുത്ത ആഴ്ച അതെ അല്ലേ? അതെ, അല്ല ശരിക്കും ഒരു പ്രൊഫഷണലി അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനോട് കൂടി ഒരു ഐറ്റം പഠിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ കോച്ചിങ് തന്നെ കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചൊരു 4-5 മാസമെങ്കിലും കിട്ടി അത്രയും കാര്യങ്ങളെങ്കിലും പഠിക്കാൻ പറ്റില്ല. ഇനി ഇതിനെ കുറിച്ച് ജസീലൊന്ന് പരിചയപ്പെടുന്നു. കാരണം ജസീലിന്റെ ബ്ലോഗ് ആണെങ്കിൽ ജസീലിനെ കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ല. നിങ്ങൾ പ്രോപ്പർ ഞാൻ നാട്ടിൽ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ ഇവിടെ അൽത്തോബയിലാണ്, ഞാൻ സിവില് ആണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഞാനിങ്ങനെ
ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അല്ലയിൽ ഒരുപാട് കാര്യങ്ങള് നമ്മളെ സാധാരണക്കാരെ നമ്മളെല്ലാം ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അല്ലെങ്കിൽ പല സ്ഥലത്ത് സെയിൽ നടക്കുന്നത് ഇവരെ വ്ളോഗ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അറിയുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ന്യൂസുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം അത്രേ ഉള്ളൂ. അപ്പോ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിലും. സാർ നമസ്കാരം. നാട്ടിലെവിടെ? കോഴിക്കോട് അല്ലെ? പേര് ഷെബൻ. ഓക്കെ. നാട്ടിൽ തൃശ്ശൂർ, ഞാലക്കുട. ഞാൻ സംസാരിക്കും കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, തമിഴ്നാട്. ഓക്കെ. ഇവര് 4 പേരാണ് നമ്മളുടെ പി സാർമാര്. ഇവരെ കയ്യിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവര് എത്ര ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫ് എന്നുള്ളതും അവരെങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് എന്നുള്ളതും. അപ്പൊ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.